ഗപ്പി ഇതുണ്ടോ, ഗപ്പിന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ. ഗപ്പിച്ചേട്ടന്മാരുടെ ഭക്ഷണമാണ്. ഉണ്ടോ, ഒരു നുള്ളു കൊടുക്കാവുള്ളെന്ന് ഇങ്ങനെ നുള്ളി ഇതുണ്ട്, ഇങ്ങനെ കാണിച്ചേക്കുന്നുണ്ടോ. ഒരു നുള്ള് ഞാനും കൊടുത്തേക്കുന്ന ഒരു നുള്ള ഉണ്ടോ. ഇപ്പോൾ കൊടുത്തു, കുറേ ദിവസങ്ങളായി കൊടുത്തിട്ട്. ഓടുന്നുണ്ടോ, ഫോൺ വെള്ളത്തിൽ പോയാൽ തീർന്നു. അപ്പോൾ നമുക്കേ എന്തോ ചെയ്യണ്ടേ, ഒരു കാര്യം കാണിക്കാവേ. നമ്മളുടെ വീട്ടിലേ ഒരമ്പഴങ്ങ നമ്മൾ പറിക്കാതെ നിർത്തിയിരിക്കുന്നത് ഭയങ്കര വലിപ്പമായത് കാണിക്കാവേ. ഇതുണ്ടോ, കണ്ടോ. അതൊന്ന് പഴുക്കട്ടെ. പഴുക്കുമ്പം ബാക്കിയെല്ലാം ഞാൻ പറിച്ചായിരുന്നേ, പച്ചക്കെടുത്തായിരുന്നു. പക്ഷെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുക. എത്രയും വലിപ്പം വെക്കുമെന്ന് നോക്കാം. എന്നിട്ട് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. ഇതുപോലെ വേറെയും നമുക്കൊരു അമ്പഴം ഉണ്ടായിരുന്നു. അത് പണിക്കാർ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന സമയത്ത് അതെല്ലാം ചവിട്ടി മൊത്തം ഒടിച്ച് കളഞ്ഞു. അതിച്ചിരി നല്ല ഇതിൻ്റെ ഇരട്ടി പൊക്കം ഉണ്ടായിരുന്നേ. നല്ലതായിട്ട് എപ്പോഴും കായ്ക്കും. ഞാൻ എന്നിട്ട് അത് പറിച്ച് അച്ചാറിടുമായിരുന്നു കേട്ടോ. പച്ചയ്ക്കും കഴിക്കുമായിരുന്നു. ആരൻ വാനെ കയറി പോകുന്ന നോക്കി ആ മൂലയ്ക്ക് പോയി ഇങ്ങനെ നിൽക്കുമ്പോഴേ ഞാൻ ഓരോന്ന് പറിച്ചിങ്ങനെ പച്ചയ്ക്ക് കഴിക്കുമായിരുന്നു. കുരുയില്ല, കുരു കുഞ്ഞ് മണിയരിയുടെ അരിമണിയുടെ വലിപ്പത്തിലുള്ള കുരുവേ ഉള്ളായിരുന്നേ. അല്ല വലിയ ഹാർഡ് കുരുവല്ല, ഇത് ബഡ് തൈയല്ലേ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഈ അറ്റത്തായിരുന്നു ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ആ ഫെൻസ് വെച്ചേക്കുന്നതിൻ്റെ അവിടെ അത് പോയി, പണിക്കാർ കളഞ്ഞു. ഇത് കണ്ടോ, നമ്മളുടെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഫുൾ റംബുട്ടാൻ ഈ വർഷം പൊഴിഞ്ഞു പോവുക. എനിക്ക് ഈ വർഷം ഒരെണ്ണം പോലും കിട്ടുമോയെന്ന് സംശയമുണ്ട്. ഒരു മാസവും കൂടെ, ഇപ്പോൾ ജൂലൈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നല്ല പഴുക്കേണ്ട സമയം. പക്ഷെങ്കിലുണ്ടല്ലോ ഫുള്ളും പോവുക, ഒരെണ്ണം കിട്ടുന്നില്ല. വെയിലും ഉണ്ട്, മഴയുണ്ട്. പിന്നെ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. വവ്വാലും വന്ന് വവ്വാലും പിന്നെ അണ്ണാനും പക്ഷികളൊക്കെ വന്ന് കഴിക്കുന്ന എരുമ്പപ്പുളി പിന്നെയും കായ്ച്ചു തുടങ്ങി. നല്ല സൂപ്പറായിട്ട് ആ മേൽഭാഗം തൊട്ട് താഴെ വരെ ഒരു പ്രശ്നവുമില്ലാതെ എരുമ്പപ്പുളി പിന്നെയും കായ്ക്കുന്നു. നമുക്ക് എല്ലാ കറികൾക്കകത്തും ഇടാം. ഇപ്പോൾ സീസണല്ലേ ചക്കക്കുരുവിൻ്റെയൊക്കെ, നല്ലതാട്ടോ. പിന്നെ അതുപോലെ നമ്മളുടെ അടുത്ത വാഴ ഒരെണ്ണം കൊലച്ചു. അതും പാളയംകോടന, അതോ പൂവനാണോ എന്നറിയത്തില്ല, സംശയമുണ്ട്. പിന്നെ അടുത്തത് ഇത് കസ്റ്റാർഡ് ആപ്പിളാണ്. ഇഷ്ടംപോലെ ഇതിനകത്തൊരു 1000 എണ്ണം ഇതുപോലെ കൊല പോലെ കാണുമേ. പക്ഷെങ്കിലേ എല്ലാം പൊഴിഞ്ഞങ്ങ് പോവും. ഇതിപ്പോൾ ഒരു 5-6 വർഷമായി ഇതുപോലെ ഇങ്ങനെ നിറച്ച് കൊല പോലെ കായ്ക്കുന്നത്. പക്ഷെങ്കിൽ ഒരെണ്ണം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ നാടൻ ആത്തയുണ്ട്, അതിനകത്താണെങ്കിൽ നിറച്ച് കായ്ക്കും. ഇതുപോലെ പൂത്ത് വരികയും ചെയ്യും. അത് ഫുള്ളും നമ്മൾക്ക് കായായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു 10-30 എണ്ണത്തോളം നമ്മളുടെ നാടനാത്തേന്ന് പറിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ലതാട്ടോ. നാടനാത്തയ്ക്ക് ഭയങ്കര ടേസ്റ്റ്, നല്ല വലിപ്പമായിരുന്നു, നല്ല മധുരമായിരുന്നു. ഈ ഭാഗത്തായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ കസ്റ്റാർഡ് ആപ്പിള് ഒരു രക്ഷയില്ല. ഇതേവരെ ഒരെണ്ണം കായ്ച്ചിട്ടില്ല. ഇപ്രാവശ്യം ഒന്ന് മഴയും വെയിലും എല്ലാം കൂടെ ഉണ്ടല്ലോ, ഒന്ന് കായ്ച്ചാൽ മതിയായിരുന്നു. ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. നല്ലതല്ലേ കസ്റ്റാർഡ് ആപ്പിൾ കഴിക്കാൻ? നമ്മുടെ നാടനാത്തയും കസ്റ്റാർഡ് ആപ്പിളും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മുള്ളാത്ത ഞാൻ ഇഷ്ടം പോലെ കൊണ്ട് വെച്ചതാണ് തൈ. എനിക്ക് എൻ്റെ ചർച്ചിലെ അങ്കിളും ആൻറ്റി ഇഷ്ടം പോലെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴും കൊണ്ട് തന്നതാണ്. അതല്ലാതെ ഞാൻ മേടിച്ച് 2-3 പ്രാവശ്യം വെച്ചതാണ് തൈ. ഒരു രക്ഷയില്ല. ഇനിയും ഒരെണ്ണം മേടിച്ച് വെക്കണം. മേടിക്കുമ്പം ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മേളിലത്തെ ആ നേഴ്സറിയില്ലേ, അവിടെ നമ്മളെ പിന്നെ സാധാ ഇതിന് നമുക്ക് തരും കേട്ടോ. നല്ല തൈ നോക്കി തരും, ഒന്നും അഴുക്കല്ല, എല്ലാം നമുക്ക് നല്ലതാണ് തരുന്നത്. ഞാൻ ഒരു തെങ്ങ് പറഞ്ഞിട്ടുണ്ട്, 1.5 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നൊരു തെങ്ങ് തരാം. ഈ നിൽക്കുന്ന തെങ്ങ് പോയി നമ്മളുടെ, അതെത്ര ഭംഗിക്ക് നോക്കിയിട്ടും അത് പോയി. അത് ആ തുടങ്ങിയ കാലം തൊട്ട് വെച്ച കാലം തൊട്ട് പിന്നെ അതങ്ങനെയായിരുന്നു നിൽക്കുന്നത്. എത്ര വർഷമായെന്നറിയാമോ? എനിക്ക് തോന്നുന്നൊരു 10 വർഷയിലും മേളിലായി. ഇന്ന് വരെ അനക്കമില്ലാതെ അങ്ങ് നിൽക്കുക.
പിന്നെ നമ്മളുടെ കയറി വരുന്ന താഴത്തെ തൊടിയുടെ വാതിക്ക് വലിയൊരു തെങ്ങുണ്ട്, ഇരുമ്പുളിയുടെ അപ്പുറം, അത് സംരക്ഷിച്ച് വരുന്നു. പിന്നെ നമ്മളുടെ അടുക്കള വശത്തൊരു തെങ്ങുണ്ട്, അത് നല്ലതായിട്ട് കായ്ച്ചു നിൽപ്പുണ്ട്. അതൊക്കെ വെട്ടിക്കളയാൻ ഇവിടെ എല്ലാവരും ശ്രമിച്ച, ഞാനതെല്ലാം നിർത്തി എന്തുമാത്രം ഞാൻ വളമിട്ട് കൊടുത്തിട്ടുണ്ടെന്നറിയാം. എന്തുമാത്രം ചാണകപ്പൊടി, പിന്നെ മറ്റേ 18 പിന്നെ എല്ലുപൊടി, ഈ ഉണക്കമീൻ്റെയൊക്കെ ഉപ്പില്ല, അത് ചന്തയിൽ പോയി അത് അങ്ങനെ എല്ലാം മേടിച്ച് ഇട്ട് അത് റെഡിയായി. ഇനിയിപ്പം ബാക്കി ആ തെങ്ങ് കളഞ്ഞിട്ട് ഇനിയും വേറെ തെങ്ങ് വെക്കാമെന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്തോട്ടൊരു തെങ്ങ് വെക്കാം, അവിടെ ഇടയുണ്ട്. അപ്പോൾ ഇത് അങ്ങ് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് താഴത്തെ തൊടി പുതിയ കക്കൂസ് ടാങ്ക് ഇറക്കി വെച്ച സമയത്ത് പുതിയ കോൺക്രീറ്റിൻ്റെ നമ്മൾ വാങ്ങിച്ചു വെച്ചില്ലേ, അത് കാരണം എനിക്ക് ആ തൊടിയിൽ അത്രയും പോർഷൻ അങ്ങ് പോയി. ആ ടാങ്കിൻ്റെ ഓവർഫ്ലോയുടെ ടാങ്കും ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് സ്ഥലം അങ്ങ് പോയി. കുറേ താഴത്തെ തൊടിയുടെ പകുതി അങ്ങ് പോയി. പിന്നെ ഒരു ഭാഗത്ത് പുതിയ കിണർ കുത്തി, പിന്നെ ഇനിയിപ്പം എനിക്ക് അതിനകത്ത് ഇടയില്ല. അപ്പോൾ ആ തെങ്ങ് കളഞ്ഞിട്ട് വെക്കേണ്ടി വരും, നല്ലൊരു തെങ്ങ്. അത് ചെയ്യണം, അല്ല ഇപ്പം എന്നെ എടുക്കുന്നു. 1.5 വർഷം കൊണ്ടൊക്കെ കായ്ക്കുമെങ്കിൽ നമുക്ക് നല്ലതായിട്ട് അതിനെ പരിപാലിച്ചാൽ മതി. ഇനിയിപ്പോൾ കോഴിയുടെ വളമൊക്കെ ഉണ്ടല്ലോ, എടുത്തിട്ടാൽ മതിയല്ലോ. കോഴിക്ക് തക്കാളി ഇത് കണ്ടോ, മുഴുവൻ മുറ്റം തൂക്കാനായിട്ട് മഴയല്ലായിരുന്നോ, അതുകൊണ്ട് തൂത്തില്ലല്ലോ. തൂക്കാഞ്ഞത് കാരണം ലോലോലിയുടെ ചോട്ടിലെല്ലാം ഇത് കിടക്കുക, പിന്നെ ഭയങ്കര ചപ്പ് കിടക്കുക. ഞാനാണെങ്കിൽ എന്നും ഓരോരോ പണിയിലാണ്. പണികൾ തീർത്തിട്ട് വേണ്ടേ നമുക്ക് അടുത്ത പണിയിലോട്ട് പോകാൻ. ഒരു പണി തീർത്ത് അടുത്ത പണി തീർത്ത് അങ്ങനെ നമ്മൾ ഫുള്ളും പണിയാണ്. ഒറ്റ ദിവസം പോലും ഫ്രീ ആവുകയില്ല. ഫ്രീ ആയാലല്ലേ നമുക്കൊന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രീ ആവുമ്പോൾ നോക്കുമ്പോൾ മഴയായിരിക്കും. അകത്തെ പണി തീർത്തേച്ച് പുറത്തോട്ടിറങ്ങാൻ നോക്കുമ്പോൾ അവശരാവും. പിന്നെ പുറത്തേത് ചെയ്തേച്ചെന്ന് അകത്ത് ചെയ്യാൻ കയറുമ്പം അത് അതിലപ്പുറം. അപ്പോൾ പാചകവും അകത്തെ പണി പുറത്തെ പണി എല്ലാം ഓരോരോ ദിവസങ്ങളേ നടക്കുകയുള്ളൂ. ഭയങ്കര കഷ്ടപ്പാട് ഒറ്റയ്ക്ക് നമ്മൾ. പിന്നെ ഇപ്പം എക്സ്ട്രാ പണിയല്ലേ കോഴിയുടെ. അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ.